നമസ്കാരം, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള പാഠാവലിയിലെ അന്യജീവനുതകി സ്വജീവിതം എന്ന യൂണിറ്റിലെ ഭൂമിയുടെ സ്വപ്നം എന്ന 2ാം പാഠമാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഭർത്താവിൻ്റെ അകാല വിയോഗത്തിൽ തളരാതെ ചെറുപ്പത്തിൽ പഠിച്ച നൃത്തച്ചുവടുകൾ ഓർത്തെടുത്ത് തനിക്കും മകനും ജീവിതമാർഗം കണ്ടെത്തിയ ഒരമ്മ. സ്വകാര്യമായ ഉയർച്ചയോ ധനസമ്പാദനമോ അല്ല, രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുകയാണ് വേണ്ടത് എന്ന ജീവിത പാഠം പകർന്നുകൊടുത്ത് അവർ മകനെ വളർത്തി. ആ അമ്മയുടെ കഥയാണ് ഭൂമിയുടെ സ്വപ്നം. ഡോക്ടർ ജോർജ് ഓണക്കൂറിൻ്റെ പ്രണയ താഴ്വരയിലെ ദേവദാരു എന്ന നോവലിലെ ഒരു ഭാഗമാണിത്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഡോക്ടർ ജോർജ് ഓണക്കൂറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഡോക്ടർ ജോർജ് ഓണക്കൂർ 1941 മൂവാറ്റുപുഴയ്ക്കടുത്ത് ഓണക്കൂറിൽ ജനനം. നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, സഞ്ചാര സാഹിത്യകാരൻ എന്നീ നിലകളിൽ പ്രശസ്തൻ. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, സർവവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ ഡയറക്ടറായിരുന്നു. ഇല്ലം, ഉൾക്കടൽ, കാമന, കൽത്താമര, ഹൃദയത്തിൽ ഒരു വാൾ, പർവ്വതങ്ങളിലെ കാറ്റ്, പ്രണയതാഴ്വരയിലെ ദേവദാരു തുടങ്ങിയവ നോവലുകളും, ഒലിവുമരങ്ങളുടെ നാട്ടിൽ, അടരുന്ന ആകാശം എന്നീ യാത്രാവിവരണങ്ങളും, 4 പൂച്ചക്കുട്ടികൾ, നാടു നീങ്ങുന്ന നേരം തുടങ്ങിയ കഥാസമാഹാരങ്ങളും രചിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നോവലിനും യാത്രാവിവരണത്തിനും ലഭിച്ചു. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. എല്ലാവരും പാഠപുസ്തകമെടുത്ത് ശ്രദ്ധയോടെ കേൾക്കുക. ഒലിവുമലയുടെ താഴ്വരയിൽ നിന്ന് സൈറയുടെ സന്ദേശം. മെയിൽ ബോക്സിലേക്ക് എത്ര തവണയാണ് അവൾ ക്ലിക്ക് ചെയ്തിരിക്കുന്നത്? ഒരു പേജ് മുഴുവൻ അതിൻ്റെ ആവർത്തനങ്ങൾ. സ്വയം മറന്നിരുന്ന് വിരൽ അമർത്തിയതുപോലെ അവളുടെ സ്വപ്നങ്ങളിലെ ഇന്ത്യ യാഥാർത്ഥ്യമാകുന്നതിൻ്റെ ആഹ്ലാദമാകാം. ബുദ്ധൻ്റെയും അശോകൻ്റെയും ശങ്കരാചാര്യരുടെയും മഹാത്മാഗാന്ധിയുടെയും രവീന്ദ്രനാഥ ടാഗോറിൻ്റെയും ഒക്കെ ജന്മസ്ഥലിയായ വിശ്രാന്ത ഭൂമിക. അശാന്ത നഗരത്തിൽ നിന്ന് കൂടുവിട്ട് പറക്കാൻ മോഹിക്കുന്ന പക്ഷി തേടിയെത്തുന്ന നീലാകാശം. യാത്രാവേളയിൽ ഷാരോണിലെ പനിനീർപ്പൂവിന് സമ്മാനിച്ച കൊച്ചു മൂവർണ്ണക്കൊടി പഠനമേശയെ അലങ്കരിക്കുന്നുണ്ടാവാം. എത്ര യാദൃശ്ചികമായ സമാഗമം! ഒരിക്കലും മുൻപേ നിശ്ചയിച്ചുറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ സഞ്ചാരപഥങ്ങൾ. ആകസ്മികതയുടെ അംശം എപ്പോഴും ഉൾച്ചേർന്നിരിക്കും. എൻ്റെ ജനനകാലത്ത് ഇല്ലത്തെ പ്രതാപങ്ങൾ അസ്തമിച്ചിരുന്നു. വിധി യാത്രയുടെ നദിയിൽ ഒരു നീർക്കുഴി ഒരുക്കി വച്ചു. പാതി വരച്ചിട്ട വർണ്ണഭംഗിയാർന്ന ചിത്രം പോലെ അച്ഛൻ്റെ ജീവിതം. നദീജലത്തിൽ അത് നനഞ്ഞു കുതിർന്നു. അനാഥമാക്കപ്പെട്ട 2 ജന്മങ്ങൾ, അമ്മയും ഞാനും. കാലത്തിൻ്റെ ഇരുണ്ട വഴിയിൽ ഒറ്റപ്പെട്ടു. ആരുടെയും സഹായത്തിന് കാക്കാതെ സ്വയം കരുത്താർജിക്കുകയായിരുന്നു അമ്മ. കൗമാരത്തിൽ കൗതുകത്തിന് പഠിച്ച പാട്ടുകൾ ഒന്നുകൂടി ചൊല്ലിയുറപ്പിച്ചു. നൃത്തത്തിൽ ചുവടുകൾ വീണ്ടെടുത്തു. ഇല്ലത്തെ വിശാലമായ തളത്തിൽ കലയുടെ രാഗവും താളവും മേളിച്ചപ്പോൾ അപശകുനമായി ഒതുങ്ങാതെ ഒരു വിധവ തനിക്കും ഉപനയനം കഴിയാത്ത മകനും ജീവിതമാർഗം തേടുകയായിരുന്നു. വിധിയെ വെല്ലുവിളിക്കുകയായിരുന്നു. നാട്ടിൻ പുറത്ത് മരക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഒരു നാടോടിപ്പാട്ട് പോലെ കുളിർക്കാറ്റ് വീശി. കൊച്ചു നീർത്തോടുകളിലെ തെളിവെള്ളം ഒരുമിച്ചണഞ്ഞ് പുഴയായി ഒഴുകി. ഗ്രാമഹൃദയത്തിൽ ചന്ദനത്തിരികൾ സുഗന്ധം പരത്തി. അമ്മയുടെ നെറ്റിയിൽ വലിയ കുങ്കുമപ്പൊട്ട് മായാതെ കിടന്നു. കൈത്തണ്ടിൽ ഓട്ടുവള, അതിൽ തിരിപ്പിടിച്ച് മടിയിൽ മുഖം ചേർത്തിരുന്ന സായന്തനങ്ങൾ. അമ്മയായിരുന്നു എല്ലാം. ജീവിതബന്ധത്തിൻ്റെ പൊട്ടാത്ത ചരട്. ഇല്ലത്തിൻ്റെ പടിവാതിലിന് പുറത്തു കടക്കുമ്പോൾ അതിൻ്റെ ബലം അറിഞ്ഞിരുന്നു. വാത്സല്യത്തിൻ്റെ അദൃശ്യശക്തി പിടിവിട്ടു പോകാതെ സൂക്ഷിച്ചിരുന്നു. അതിരാവിലെ ഉണർന്നു കുളിച്ച് കാവിൽ തിരിതെളിക്കും. അമ്മ കെട്ടിവെച്ച പുഷ്പമാല്യം ദേവീ വിഗ്രഹത്തിൽ ചാർത്തും. മടങ്ങും വഴി കാവിനോട് ചേർന്നുള്ള കുരിശുപള്ളിയിലെ ദൈവമാതാവിൻ്റെ ചിത്രത്തിനു മുന്നിൽ തൊഴുതു നിൽക്കും. എല്ലാം അമ്മയാണ്, എല്ലാ അമ്മമാരുടെയും അമ്മ. പള്ളിക്കൂടത്തിലെ ഹാജർ പുസ്തകത്തിൽ ഹർഷവർദ്ധനൻ എന്ന് ഗൗരവമുള്ള പേര് പതിഞ്ഞെങ്കിലും അമ്മ വിളിച്ചത് ഉണ്ണി എന്നാണ്. ഗ്രാമത്തിലെ സർവരും അതേറ്റുവിളിച്ചു.
അങ്ങനെ എല്ലാവർക്കും ഉണ്ണിയായി. ഇല്ലായ്മകളൊന്നും അറിയേണ്ടി വന്നില്ല. വിധിയെ സാധാരണ മട്ടിൽ നേരിട്ട ഒരമ്മ. ഗ്രാമത്തിൻ്റെ ഐശ്വര്യമായി അവർ ആദരിക്കപ്പെട്ടു. ആ അമ്മയുടെ മകന് അനാഥത്വമില്ല. അവൻ വളരുന്നത് ആനന്ദത്തോടെ നോക്കിക്കണ്ട കണ്ണുകളിൽ നനവ്, നിർവൃതിയുടെ തിളക്കം. ആ സ്നേഹത്തിന് തിരികെ കൊടുത്തത് പഠനത്തിലെ മികവും വിനയാന്വിതമായ പെരുമാറ്റവുമാണ്. ഇതുവരെയുള്ള ഭാഗത്തിൻ്റെ ആശയം നോക്കാം. സ്വദേശമായ ഇസ്രായേലിൽ നിന്ന് ബുദ്ധൻ്റെയും അശോകൻ്റെയും ശങ്കരാചാര്യരുടെയും മഹാത്മാഗാന്ധിയുടെയും ടാഗോറിൻ്റെയും ഒക്കെ ജന്മനാടായ ഇന്ത്യയിൽ ഉണ്ണിയോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയാണ് സൈറ. ഉണ്ണിക്ക് വരുന്ന സൈറയുടെ സന്ദേശത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നോവൽ തുടങ്ങുന്നത്. ഉണ്ണി സൈറയെ കണ്ടുമുട്ടിയത് യാദൃശ്ചികമായിട്ടായിരുന്നു. അതുപോലെ തൻ്റെ ജീവിതത്തിൽ എല്ലാം യാദൃശ്ചികമായിരുന്നു എന്ന് ഉണ്ണി ഓർക്കുന്നു. ഉണ്ണിയുടെ ഓർമ്മകൾ ഭൂതകാലത്തിലേക്ക് സഞ്ചരിച്ചു. ഉണ്ണിയുടെ കുട്ടിക്കാലത്ത് തന്നെ ഇല്ലത്തെ പ്രതാപങ്ങൾ നശിച്ചിരുന്നു. അച്ഛൻ്റെ മരണത്തോടെ ഉണ്ണിയും അമ്മയും ജീവിതത്തിൻ്റെ ഇരുണ്ട വഴിയിൽ ഒറ്റപ്പെട്ടു. പക്ഷേ ആരുടെയും സഹായത്തിന് കാക്കാതെ അമ്മ സ്വയം കരുത്താർജിച്ചു. ആ വിധവ വിധിയെ വെല്ലുവിളിച്ചുകൊണ്ട് തനിക്കും മകനും ജീവിതമാർഗം തേടി. അമ്മയുടെ നെറ്റിയിൽ വലിയ കുങ്കുമപ്പൊട്ട് മായാതെ കിടന്നു. കൈത്തണ്ടിൽ ഓട്ടുവള, അതിൽ തിരുകി പിടിച്ച് മടിയിൽ മുഖം ചേർത്ത് മകനിരുന്നു. അമ്മയായിരുന്നു അവനെയെല്ലാം. ജീവിതബന്ധത്തിൻ്റെ പൊട്ടാത്ത ചരട്. ഹർഷവർദ്ധനൻ എന്ന ഗൗരവമുള്ള പേരാണ് അവന് പള്ളിക്കൂടത്തിലിട്ടത്. അമ്മ അവനെ ഉണ്ണി എന്ന് വിളിച്ചു. ഗ്രാമത്തിലെ എല്ലാവരും അതേറ്റു വിളിച്ചു. അങ്ങനെ എല്ലാവർക്കും അവൻ ഉണ്ണിയായി. വിധിയെ സാധാരണ മട്ടിൽ നേരിട്ട അമ്മ ഗ്രാമത്തിൻ്റെ ഐശ്വര്യമായി ആദരിക്കപ്പെട്ടു. മകൻ വളരുന്നത് ആനന്ദത്തോടെ നിർവൃതിയോടെ അമ്മ നോക്കിക്കണ്ടു. ആ സ്നേഹത്തിന് അവൻ തിരികെ കൊടുത്തത് പഠനത്തിലെ മികവും വിനയാന്വിതമായ പെരുമാറ്റവുമാണ്. എല്ലാവർക്കും ഇതുവരെയുള്ള ഭാഗത്തിൻ്റെ ആശയം മനസ്സിലായെന്ന് കരുതുന്നു. 1-2 തവണ ആവർത്തിച്ച് പാഠഭാഗം വായിക്കുക. അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗത്തിൻ്റെ ആശയമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.